ത്തിലേക്ക് അട്ടമലയിൽ കുടുങ്ങിയ 100-ലധികം ആളുകളെ നാളെ രക്ഷിക്കും എന്ന വാർത്ത. പ്രദേശത്തെ ഒരു മദ്രസയിലാണ് ഇപ്പോൾ ഈ 100 പേരും കഴിയുന്നത്. നിലവിൽ ഇവർ സുരക്ഷിതരാണ്. ലയങ്ങളിൽ കുടുങ്ങിയ തൊഴിലാളികളും സുരക്ഷിതരാണ് എന്ന ആശ്വാസ വാർത്തയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. പക്ഷേ എന്താണ്, എപ്പോഴാണ് അവരെ രക്ഷപ്പെടുത്തിയെടുക്കാൻ സാധിക്കുക എന്ന കാര്യം നമുക്ക് അറിയേണ്ടതുണ്ട്. എസ് വിജയകുമാർ വിവരങ്ങളുമായി ചേർന്നു. വിജയകുമാർ, ഈ 100 പേരുള്ളത് അട്ടമലയിലാണ്. ഈ അട്ടമല എന്ന് പറയുന്ന മേഖല അത് ഈ പറയുന്ന മുണ്ടക്കൈ ഭാഗത്തിനടുത്താണ്. അവിടെ ഉരുൾപൊട്ടി വന്നപ്പോൾ ഈ മേഖലയൊക്കെ തന്നെ ഒലിച്ചുപോയതാണ്. അവിടെ ഈ മദ്രസയിൽ ആണ് ഈ 100 പേരുണ്ട് എന്ന അറിവ് കിട്ടുന്നത്. പക്ഷേ അങ്ങോട്ടേക്ക് എന്തുകൊണ്ടാണ് ഇന്ന് ഈ രക്ഷാപ്രവർത്തകർക്ക് എത്താൻ കഴിയാതെ പോയത്? അതിന്റെ വിവരങ്ങളുണ്ടോ? പിന്നെ പ്രജിൻ, ഇത് നമ്മൾ അട്ടമലയിൽ എന്ത് സംഭവിച്ചു എന്നതിനെ പറ്റി വളരെ സമഗ്രമായ പരിശോധന നടത്തിയിരുന്നു. നമുക്ക് കൃത്യമായ വിവരം ഒരു ഘട്ടത്തിൽ പോലും ലഭിച്ചിരുന്നില്ല. ഏറ്റവും ഒടുവിൽ ഈ നാട്ടുകാരായ രക്ഷാപ്രവർത്തകരാണ് ഇന്ന് അട്ടമലയിൽ പോയത്. അവർ പറഞ്ഞത് അട്ടമലയിൽ ഈ ഉരുൾപൊട്ടലിന്റെ ഒരു പ്രഭവ കേന്ദ്രം ഈ അട്ടമല തന്നെയാണ്. പക്ഷെ അവിടെ എത്താൻ അതിൽ പലർക്കും കഴിഞ്ഞിരുന്നില്ല. അവിടെ 100-ലധികം കുടുംബങ്ങൾ ഏതാണ്ട് സുരക്ഷിതരായി അവിടെ മദ്രസയിലും മറ്റുമായി കഴിയുന്നുണ്ട്. അവർക്ക് ഭക്ഷണവും വെള്ളവും കൃത്യമായി കിട്ടുന്നുണ്ടോ എന്നതിൽ ഒരു സംശയമുണ്ട്. പക്ഷെ എങ്കിലും കുഴപ്പമില്ല, അവർക്ക് അവിടെ അപകടാവസ്ഥയില്ല എന്നാണ് അവർ പറഞ്ഞത്. അതുപോലെ അവിടെ ലയങ്ങളിൽ ഇതര സംസ്ഥാന തൊഴിലാളികളായ ആളുകളുമുണ്ട്. അവരും സുരക്ഷിതരാണ്. കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല അവർക്കവിടെ. ഇതിന്റെ ഈ അട്ടമലയുടെ ചില ഭാഗത്ത് ഉരുൾപൊട്ടൽ ഉണ്ടായെങ്കിലും ആരും അപകടത്തിൽപ്പെട്ടിട്ടില്ല എന്നുള്ള പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. യഥാർത്ഥത്തിൽ അവിടെ നിന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നതേ ഇല്ല. നമ്മൾ ഈ മുണ്ടക്കൈയിലെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ്. ഇനി എന്തെങ്കിലും അപകടം ആ മേഖലയിൽ കൂടുതലായി സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. നാളെ വീണ്ടും ഈ രക്ഷാപ്രവർത്തകർ അവിടേക്ക് പോകും. അവരെ സുരക്ഷിതരായി കൊണ്ടുവരാൻ പറ്റുന്ന സാഹചര്യം നോക്കും. അല്ലെങ്കിൽ ഭക്ഷണവും വെള്ളവും മറ്റു സംഗതികളും അവിടെ എത്തിക്കുമെന്നാണ് അവർ പറഞ്ഞത്. ഇപ്പോൾ ഇന്ന് രാത്രിയിൽ നമ്മൾ ഇവിടെ നിൽക്കുന്ന സമയത്ത് അതിതീവ്ര മഴ പെയ്തിരുന്നു. പകല് കാര്യമായ ഉച്ചയ്ക്ക് ശേഷം പെയ്തിരുന്നില്ല. വൈകുന്നേരം രാത്രിയിൽ ഏതാണ്ട് ഒരു 10 മണി സമയം കഴിഞ്ഞാണ് ഒരു മഴ പെയ്തത്. അതിശക്തമായ മഴയായിരുന്നു. റോഡ് കാണാൻ കഴിയാത്ത തരത്തിൽ വെള്ളം കുത്തി ഒലിച്ച് ഒഴുകുന്നുണ്ട്. ഇത് യഥാർത്ഥത്തിൽ നാളത്തെ രക്ഷാപ്രവർത്തനത്തെയൊക്കെ ബാധിക്കും. ഇത് ഈ കാട്ടിലും മലയിലും ഒക്കെ ഇതുപോലെ പെയ്യുന്നുണ്ടെങ്കിൽ ആ വെള്ളമൊക്കെ വീണ്ടും കുത്തിയൊഴുകി വരും. അപ്പോൾ ഈ ഇടിഞ്ഞു നിൽക്കുന്ന പ്രദേശങ്ങളിലൊക്കെ വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ആളുകൾ ഈ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്കൊക്കെ മാറിയിട്ടുണ്ടാകുമെന്നാണ് നമ്മൾ കരുതുന്നത്. മഴയ്ക്ക് ഇപ്പോഴൊരു ശമനം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നാലും രാത്രിയിലും മഴയ്ക്ക് സാധ്യതയുണ്ട്. റെഡ് അലേർട്ട് തുടരുകയാണ് ഇവിടെ. പക്ഷെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, മഴ കുറച്ച് കുറയുന്നുവെന്ന്. രാത്രിയിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. എന്തായാലും ആശങ്കയുടെയും വേദനയുടെ വിഷമത്തിന്റെ ഒരു രാത്രിയാണ് നമുക്ക് മുന്നിലുള്ളത്. രാവിലെ തന്നെ ദൗത്യസംഘം അവരുടെ ജോലി തുടങ്ങാൻ തയ്യാറെടുക്കുന്നുണ്ട്. ഇന്നെല്ലാവരും ആ മേഖലയിൽ നിന്ന് പോയി ജീവനോടെ അവശേഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ അല്ലെങ്കിൽ അങ്ങനെ ഉറപ്പുള്ള എല്ലാ മേഖലകളിൽ നിന്നും ആളുകളെ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അല്ലാത്തവരെ അതത് സ്ഥലങ്ങളിൽ സുരക്ഷിതരായി ഇരുത്താനും ഇതിനോടകം കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി നാളെ മണ്ണിനടിയിലെ ജീവന്റെ തുടിപ്പ് അന്വേഷിച്ചുള്ള വലിയ പരിശോധനയിലേക്ക് കടക്കുകയാണ് നാളെ. നാട്ടുകാർ പറയുന്നത് വലിയ ഭയാനകമായ കഥകളാണ്. നമ്മളത് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഇല്ലാത്തതുകൊണ്ട് അത് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കുന്നില്ല. എന്തായാലും നാളെ നമുക്ക് കാത്തിരിക്കാം എന്തൊക്കെയായിരിക്കും, നമ്മൾ ദൗത്യം എങ്ങനെ പുരോഗമിക്കുന്നു എന്ന് നമുക്ക് അറിയാം. പ്രതികൂല കാലാവസ്ഥ വില്ലനായില്ലെങ്കിൽ നമുക്ക് നാളെ ഏറെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. ഇതിൽ ഇപ്പോൾ ഈ മുണ്ടക്കൈയിൽ നിന്ന് തുടങ്ങി താഴേക്ക് വരികയാണെങ്കിൽ ഈ അട്ടമല, ചൂരൽമല എന്നൊക്കെ ഭാഗങ്ങൾ ഏതാണ്ട് കിലോമീറ്ററുകൾ മാറിയാണ്. പക്ഷെ അവിടെ പോലും ഈ പറയുന്ന ചളിയും പാറക്കല്ലുകളും എല്ലാം വന്ന് അവിടുത്തെ ടൗൺ അടക്കം വെള്ളത്തിനടിയിലാവുന്ന ഒരു അവസ്ഥയുണ്ട്, ചളിയിൽ അടിയിലാവുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷേ ഈ അട്ടമലയിൽ ഈ 100 പേർ കുടുങ്ങിക്കിടക്കുന്നു എന്ന വിവരം, അതിപ്പോൾ ഈ സമയത്ത് ഈ രീതിയിൽ അവരെ ഇത്രയും സമയം അല്ലെങ്കിൽ രാവിലെ തൊട്ട് ഈ സമയം വരെ എന്തുകൊണ്ടാണ് അവരെ രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിയാതെ പോയത് എന്നൊരു ചോദ്യമുണ്ട്. ഒപ്പം തന്നെ ഇന്നത്തെ രാത്രി ശക്തമായ മഴ പെയ്തില്ലെങ്കിൽ നമുക്ക് ആശ്വസിക്കാം. പക്ഷേ ഈ അവസ്ഥയിൽ അവിടെ കഴിയുന്ന സുരക്ഷിതമാണെന്ന് പൂർണ്ണമായും അവർക്ക് ബോധ്യമുണ്ടോ? അതിൽ ഏതെങ്കിലും രീതിയിൽ അധികൃതർ ഇടപെടുന്നുണ്ടോ? അതില് അട്ടമലയിലെ ഒരു വലിയ ജനവാസ മേഖലയാണ്. അവിടെ എസ്റ്റേറ്റ് ലയമൊക്കെ ഉണ്ട്. അവിടെ അവർ സുരക്ഷിതരാണ്. കാര്യമായ പ്രശ്നമില്ല. ഈ അട്ടമല എന്ന പ്രദേശത്തെ ഭൂമിശാസ്ത്രം അറിയാവുന്ന ആളുകളാണ് അവിടേക്ക് പോയത്. അവിടെ നമ്മൾ ജീവഹാനി സംഭവിക്കാവുന്ന തരത്തിൽ അപകടം ഉണ്ടായിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത്. അതിലൊരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഔദ്യോഗികമായി അതിൽ പോലീസോ ഫയർഫോഴ്സോ ഒന്നും അതിൽ എന്തെങ്കിലും ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. നമ്മൾ ഈ അട്ടമലയിലെ കാര്യം അന്വേഷിക്കുന്നുണ്ടായിരുന്നു.
ആർക്കും അങ്ങനെ കൃത്യമായ വിശദീകരണം നൽകാൻ കഴിഞ്ഞിട്ടില്ല. ഏറ്റവും ഒടുവിൽ രാത്രി നമ്മൾ അന്വേഷിച്ചപ്പോഴാണ് അവിടെ പോയ പ്രാദേശിക രക്ഷാപ്രവർത്തകർ അവിടെ കുടുംബങ്ങൾ കുടുങ്ങിയത് പറഞ്ഞത്. പക്ഷേ അതിലൊരു ആശ്വാസമുള്ളത് അവർക്ക് കാര്യമായ പ്രശ്നങ്ങളില്ല. അവർക്ക് ഇപ്പോൾ ഈ രാത്രി അവിടെ കഴിഞ്ഞാൽ രാവിലെയോടെ അവരെ തിരികെ എത്തിക്കാൻ പറ്റുമെന്ന്. ഇപ്പോൾ ആർമി ഈ മുണ്ടക്കയിലെ ആളുകളെ ഈ താൽക്കാലിക പാലത്തിലൂടെ ഏതാണ്ട് 800-നും 1000-നും ഇടയിൽ ആളുകളെ ചൂരൽമലയിലെ അങ്ങാടിയിൽ എത്തിച്ചതുപോലെ ഒരുപക്ഷെ അവരെയും നമുക്ക് നാളെ എത്തിക്കാൻ കഴിയുമെന്ന് കരുതാം. ഈ മുണ്ടക്കയിലെ കാര്യം പ്രജിൻ പറഞ്ഞത്, അവിടെ അത് യഥാർത്ഥത്തിലൊരു ചെറിയ ഒരു നാട്ടുമ്പുറം, ഒരു ഗ്രാമമായിരുന്നു. അവിടെ അവശേഷിക്കുന്നു ഇനിയും വളരെ കുറച്ച് വീടുകളുടെ കേടുപാടുകൾ വന്ന ഭാഗം മാത്രമാണ്. ബാക്കി മുഴുവൻ ഈ കുത്തൊഴുക്കിൽ കവർന്നെടുത്തു പോയി. ഇനി ബാക്കിയുള്ളത് മൺകൂമ്പാരമാണ്. അല്ല, അവിടെ നേരത്തെ അവിടെ ഈ പ്രദേശവാസികളെ രക്ഷാപ്രവർത്തകർ വിജയകുമാറായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ ഉൾമേഖലയിലേക്കൊന്നും എത്തിപ്പെടാൻ പറ്റുന്നില്ല. നമ്മൾ പോയെങ്കിലും അവിടെ നമ്മുടെ മാത്രം സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഒരു രക്ഷാദൗത്യം നടത്തുക അത് അസാധ്യമാണ്. അവിടെ കൂടുതൽ സൗകര്യങ്ങൾ വേണമെന്ന് അവിടുത്തെ കുറേ ആൾക്കാർ പറയുന്നത് കിട്ടും നേരത്തെ. അപ്പോൾ അത് മറ്റു പല ആൾക്കാർ ഇവിടെ വിളിച്ചൊക്കെ പറയുന്നുണ്ട്, ഉൾഭാഗങ്ങളിലേക്ക്, മേപ്പാടി പോലുള്ള സ്ഥലങ്ങളിൽ ഉൾഭാഗങ്ങളിലേക്ക് പോകണം, അവിടെ ഒരുപാട് പേർ താമസിക്കുന്നുണ്ട്, അവരെക്കുറിച്ച് യാതൊരു വിവരങ്ങളും ലഭിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നാളെ രാവിലെ തന്നെ ഈ ദൗത്യ സംഘം എത്തുമോ അങ്ങോട്ടേക്ക്? ആളുകൾ കുടുങ്ങിക്കിടക്കുന്ന ഇടങ്ങളിൽ ഇപ്പോൾ ഇന്ന് മുണ്ടക്കൈ ഭാഗത്ത് ഇനിയിപ്പോൾ ആരും കുടുങ്ങിക്കിടക്കുന്നില്ല. അവിടെ അവശേഷി എന്ന് വെച്ചാൽ അവിടെ ജീവനോടെ ആരും കുടുങ്ങിക്കിടക്കുന്നില്ല എന്ന് ഈ പ്രാദേശിക രക്ഷാപ്രവർത്തകരും ഫയർഫോഴ്സും NDRF ഒക്കെ ഇപ്പോൾ ഉറപ്പിച്ചിട്ടുണ്ട്. അവർ അങ്ങനെ തന്നെ പറയുന്നുണ്ട്. പിന്നെ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ വേറെ ഏതെങ്കിലും ഇപ്പം അട്ടമല നമ്മൾ മനസ്സിലാക്കി, അതല്ലാതെ മറ്റേതെങ്കിലും സ്ഥലത്ത് ആളുകൾ അങ്ങനെ കുടുങ്ങിക്കിടക്കുന്നതായി അറിയില്ല. എന്തായാലും ഈ മിസ്സിംഗ് കേസുകളുടെ ഒക്കെ വിവരങ്ങളാണ് വരുന്നത്. അല്ലാതെ ഇന്നിപ്പോ ഞാൻ അത് പറയാൻ കാരണം വിജയകുമാർ, അല്പസം മുൻപ് നമ്മുടെ ഓണയർ തന്നെ ഒരു കുട്ടി, ഒരു ആവണി എന്ന് പറയുന്ന കുട്ടി, അവരുടെ സുഹൃത്തും കുടുംബവും ഏതാണ്ട് 6-7 പേരടങ്ങുന്ന ഒരു കുടുംബം, അത് ഈ മുണ്ടക്കൈക്ക് അടുത്ത് ഒരു എസ്റ്റേറ്റിനടുത്താണ് ഒരു താമസം എന്ന് പറയുന്നു. ആ ഭാഗത്ത് ഒക്കെയുള്ള ആളെക്കുറിച്ച് യാതൊരു വിവരങ്ങളില്ല. എല്ലാ ക്യാമ്പുകളിലും അന്വേഷിച്ചു, അവരെക്കുറിച്ച് വിവരങ്ങളില്ല. ഫോൺ രാവിലെ റിങ് ചെയ്തിരുന്നു, പക്ഷെ പിന്നീട് അതുമില്ല എന്ന് പറയുന്നു. മറ്റൊരു കുടുംബത്തിന്റെ കാര്യം, ഈ പുഞ്ചിരി എസ്റ്റേറ്റിന്റെ ഭാഗത്ത് താമസിച്ച ഒരു കുടുംബം, അവരെക്കുറിച്ചും വിവരങ്ങളില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെ ഉൾഭാഗങ്ങളിലേക്ക് പലരും ഉണ്ട് എന്നുകൂടി വാർത്തകൾ വരുന്നുണ്ട്. ഈ മുണ്ടക്കൈ കുറച്ച് വിസ്തൃതമുള്ള മേഖലയാണ് പ്രജിൻ. അതിന്റെ ഏതൊക്കെയോ ഭാഗത്ത് ഇപ്പൊ ഇന്നലെ ഈ അസ്വാഭാവികമായി വെള്ളത്തിന്റെ ഒഴുക്കും വലിയ ശബ്ദവും ഒക്കെ കേട്ട് ഇത് കാര്യം പന്തിയല്ല എന്ന് മനസ്സിലാക്കിയ ആളുകളിൽ ഒരു കൂട്ടമാണ് ഓടി ഉയർന്ന പ്രദേശങ്ങളിലേക്കൊക്കെ നിന്നത്. അതുകൊണ്ടാണ് അവരെ ഇന്ന് നമുക്ക് സുരക്ഷിതരായി അവർക്ക് മടങ്ങി വരാൻ കഴിഞ്ഞത്. ഈ അപകടം അറിഞ്ഞ് ഓടിയ ചിലർ യഥാർത്ഥത്തിൽ ഈ ജലപ്രവാഹത്തിന് നേരെയാണ് ഓടിയത്. അവരെയാണ് വെള്ളക്കെട്ടിൽ പെട്ടത്, വെള്ള ഒഴുക്കിൽ പെട്ടുപോയത്. അപ്പോൾ അങ്ങനെ 2 തരത്തിലാണ് അവിടെ അപകടം സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അത് കുറച്ച് വിസ്തൃത മേഖലയാണ്. അപ്പോൾ അതിന്റെ ഏതെങ്കിലുമൊക്കെ ഭാഗത്ത് ഇനി ആളുകൾ കുടുങ്ങിയിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷേ ഈ ആ സ്ഥലത്തെ പറ്റി അറിയാവുന്നവരൊക്കെ പോയിട്ട് അവിടെ പരിശോധിച്ചിട്ട് അവർ പറഞ്ഞത് അവിടെ ഒരു ആളിന്റെയൊക്കെ പൊക്കത്തിൽ ഈ മണ്ണും ചെളിയും നിറഞ്ഞു കിടക്കുന്നുണ്ട്, അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. അതല്ലാതെ ഏതെങ്കിലുമൊക്കെ ഉയർന്ന പ്രദേശങ്ങളിൽ കുടുങ്ങി നിന്നവരെയൊക്കെ പുറത്തെത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയ 2 കേസുകളുടെ കാര്യത്തിൽ നമുക്ക് കുറച്ച് ആശങ്കയുണ്ട്. എന്താണ് അവർക്ക് സംഭവിച്ചത്? പല ആശുപത്രികളിൽ അന്വേഷിച്ചിട്ടും അവരെ പറ്റി വിവരമില്ലെങ്കിൽ നാളെ അവരെ വീണ്ടും അന്വേഷിക്കേണ്ടി വരും. ഏതായാലും ആ ഭാഗത്ത് എവിടെയെങ്കിലും ആളുകൾ ജീവനോടെ കുടുങ്ങിക്കിടക്കുന്ന ഇതുവരെ ഈ പ്രാദേശിക രക്ഷാപ്രവർത്തകർക്ക് വിവരമില്ല. പ്രജിൻ സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ മറ്റു ഇപ്പോൾ നമ്മൾ അറിയില്ല മറ്റെവിടൊക്കെയാണ് ഈ പെരുമഴയിൽ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായത്. നമ്മൾ അറിയാതെ ഏതെങ്കിലും സ്ഥലത്ത് അത് സംഭവിച്ചിട്ടുണ്ടോ എന്നും പരിശോധിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ കേരളം ഇത്തരം ഒരു ദുരന്തത്തെ ഇതിനു മുമ്പ് നേരിട്ടിട്ടില്ല. നമ്മൾ സമാനതകളില്ലാത്ത ഒരു ദുരന്തത്തെയാണ് അഭിമുഖീകരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് പ്രതിസന്ധി ഉണ്ടാകും. നമ്മൾ ഒരു പോയിന്റിൽ മാത്രമല്ല, നമുക്ക് ഒന്നിലധികം പോയിന്റുകളിൽ ഒരേ സമയം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏതെങ്കിലുമൊക്കെ വിവരങ്ങൾ മിസ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നത് പരിശോധിക്കണം. എന്തായാലും എല്ലാ മേഖലകളിൽ നിന്നും പരമാവധി വിവരങ്ങൾ ഈ ദൗത്യ സംഘത്തിലേക്ക് എത്തിക്കാൻ എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. ആ വിവരങ്ങൾക്കനുസരിച്ച് ദൗത്യ സംഘം മുന്നോട്ട് പോകുന്നുമുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇന്ന് 800-നും 1000-നും ഇടയിൽ ആളുകളെ നമുക്ക് സുരക്ഷിതരായി എത്തിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ നാളെ ബാക്കി നോക്കാമെന്നുള്ളതാണ് പൊതുവെ ഈ രക്ഷാപ്രവർത്തകരൊക്കെ പറയുന്നത്. അപ്പൊ ഇന്നൊരു ബ്രേക്ക് എല്ലാവരും എടുത്ത് മടങ്ങുകയാണ്. ഇപ്പോൾ നമ്മളാണ് ഏറ്റവും ഒടുവിൽ അവിടെ നിന്ന് പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവരും അവിടുന്ന് തിരികെ പോന്നിട്ടുണ്ട്. ലൈറ്റൊക്കെ ഉണ്ടായിരുന്നതൊക്കെ അവരിപ്പോൾ മാറ്റിയിട്ടുണ്ട്. ഇരുണ്ട് നിൽക്കുകയാണ് അവിടെ. അപ്പോൾ ഇനിയിപ്പോ അവിടെ സേഫ് അല്ല. തന്നെയല്ല, ഇപ്പൊ പെയ്തത് ഒരു പെരുമഴയാണ്. അപ്പോൾ ആ മഴയും ആ മേഖലയിൽ
ആ മേഖലയിൽ ഒരു അപകടം കൂടിയുള്ളത് പല കെട്ടിടങ്ങളും എന്ന് വെച്ചാൽ കടമുറികൾ അടക്കം ഇങ്ങനെ ആടി ഉലഞ്ഞു നിൽക്കുന്നതാണ് വെള്ളം വന്നിട്ട്. അപ്പോൾ അതൊക്കെ താഴേക്ക് പതിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ മഴയുള്ള സമയത്ത് അധികം അവിടെ നിൽക്കാതിരിക്കുന്നതാണ് എല്ലാവർക്കും നല്ലൊരു മുന്നറിയിപ്പ് നമുക്ക് തന്നെ തോന്നും. ആ സ്ഥലത്ത് എത്തുമ്പോൾ നമുക്ക് തന്നെ തോന്നും. അപ്പോൾ എല്ലാവരും ഇപ്പോൾ മടങ്ങിയിട്ടുണ്ട്. നാളെ രാവിലെ വീണ്ടും ജോലി തുടങ്ങും. അപ്പോൾ ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് ഇത്തരം കുടുങ്ങിയ വിവരങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ദൗത്യ സംഘത്തിന് കൈമാറാം. അതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. ഏറ്റവും ശക്തമായ ഉരുൾപൊട്ടലുണ്ടായത് ഈ മുണ്ടക്കൈ ഭാഗത്താണ്. അതിനങ്ങോട്ട് പിന്നെ അട്ടമല, ചൂരൽമല, അതായത് ഇതിൻ്റെ ഏറ്റവും വേഴ്സനായ ഏറ്റവും രൗദ്രഭാവം കൊണ്ടത് ഈ മുണ്ടക്കൈ ഭാഗത്താണ്. നാശനഷ്ടവും ഈ കാഷ്വാലിറ്റിയും മുണ്ടക്കൈ ഭാഗത്താണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം ഈ മുണ്ടക്കൈ ഭാഗത്ത് നിലവിൽ ജീവനോടെയുണ്ട് എന്ന് കരുതപ്പെടുന്ന എല്ലാവരെയും ഈ റെസ്ക്യൂ സംഘം രക്ഷിച്ചു എന്നാണ് ഔദ്യോഗികമായി നമുക്ക് കിട്ടുന്ന കണക്ക്. 486 റവന്യൂ മന്ത്രി അടക്കം പറഞ്ഞത്. പക്ഷേ അതിനോടൊപ്പം നമുക്ക് ആശങ്ക വരുന്ന ചില വാർത്തകൾ ഈ അട്ടമല, ചൂരൽമല ഭാഗത്തൊക്കെ ഇപ്പോഴും ചില ആളുകൾ ഒറ്റപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ ഈ വിംസ് ആശുപത്രിയിൽ നിന്ന് ഒരാളുടെ പ്രതികരണം എടുത്തപ്പോൾ ഈ ചൂരൽമല ഭാഗത്തെ പുഞ്ചിരി, അതൊരു എസ്റ്റേറ്റ് മേഖലയാണ്, പാടി മേഖലയാണ്. ഈ പുഞ്ചിരിമല അടക്കമുള്ള ഭാഗങ്ങൾ ഇതുവരെ റെസ്ക്യൂ സംഘം എത്തിയിട്ടില്ല എന്ന് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ മനസ്സിലാക്കുന്നു. ഒപ്പം ഈ അട്ടമല ഭാഗത്ത് 100 ആളുകൾ മദ്രസയിൽ കുടുങ്ങിക്കിടക്കുന്നു മനസ്സിലാക്കുന്നു. അതായത് ഇപ്പോൾ അവർ സേഫ് ആണെങ്കിലും ചിലയിടങ്ങളിൽ മുണ്ടക്കൈ ഒഴികെയുള്ള അതിന് താഴോട്ടുള്ള അട്ടമല, ഈ ചൂരൽമല ഭാഗത്ത് ചിലയിടങ്ങളിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു എന്ന വിവരം കൂടി ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. ഇപ്പോൾ ഒരു പുതിയ അപ്ഡേറ്റ് കൂടി വരുന്നു. സൈന്യത്തിന്റെ പാങ്ങോട് നിന്നുള്ള രണ്ടാമത്തെ സംഘം കോഴിക്കോട് എത്തി. വയനാട്ടിലേക്കുള്ള സഹായ സാമഗ്രികളുമായി വ്യോമസേനയുടെ C-130 വിമാനത്തിലാണ് സംഘം എത്തിയത്. ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി ചേരുന്നു. ഷഫീദ്, ഇപ്പം നാളത്തെ ഈ ഒരു റെസ്ക്യൂ എന്ന് പറയുന്നത് അല്പം എക്യുപ്ഡ് ആയ, അത്യാവശ്യം ടെക്നിക്കലി എൻഹാൻസ് ആയ ആളുകൾ അല്ലെങ്കിൽ മിലിറ്ററിയെ കൊണ്ട് സാധ്യമാകുന്ന രക്ഷാദൗത്യമാണ്. അതിന് കൂടുതൽ സന്നാഹങ്ങൾ ഒരുക്കുകയാണോ ഇപ്പോൾ? സുഹേൽ, ഉറപ്പായിട്ടും. കാരണം നാളെയാണ് ഈ കൂടുതൽ ഈ മാൻ പവർ അടക്കമുള്ള കാര്യങ്ങൾ അവിടെ വേണ്ടത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആങ്ങോട് ക്യാമ്പിൽ നിന്നുള്ള രണ്ടാമത്തെ ആർമി സംഘം കോഴിക്കോടേക്ക് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഇന്ന് വൈകിട്ട് 5 മണിയോടുകൂടിയായിരുന്നു ആദ്യത്തെ സംഘം കോഴിക്കോടേക്ക് യാത്ര തിരിച്ചത്. അവരിപ്പോൾ വയനാട് എത്തിയിട്ടുണ്ട്. രണ്ടാമത്തെ സംഘം കോഴിക്കോട് നിലവിലെത്തി. അവർ അല്പസമയത്തിനുള്ളിൽ ഈ സാമഗ്രികളുമായി വയനാട്ടിലേക്ക് എത്തും. വയനാട്ടിലെ ഈ ദുരന്തബാധിത മേഖലകളിലേക്ക് എത്തും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വലിയ ടഗ് ബോട്ടുകൾ, മറ്റ് റെസ്ക്യൂ ഓപ്പറേഷൻ ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ, ഇതടക്കമുള്ള കാര്യങ്ങൾ അവിടുത്തെ ആളുകളിൽ നിന്ന് ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് അവർ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഏതായാലും വലിയ തരത്തിലുള്ള ഒരു സഹായം വേണ്ടത് നാളെ കൂടിയാണ്. പ്രത്യേകിച്ച് ഈ മണ്ണിനടിയിൽപ്പെട്ട ആളുകൾ, അങ്ങനെ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ അവരെ അടക്കം രക്ഷിക്കണം. മാത്രവുമല്ല ആ പ്രദേശത്താകെ ഒരു പരിശോധന ആവശ്യമുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് ആ നീക്കത്തിലേക്ക് കടന്നത്. നേരത്തെ മുഖ്യമന്ത്രി ഇന്ന് വൈകിട്ട് ദുരന്ത നിവാരണ ആസ്ഥാനത്തെ യോഗത്തിന് ശേഷം ആർമിയോട് അക്കാര്യം കൂടി സഹായമായി ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൽ നിന്ന് ഇപ്പോൾ മറ്റൊരു സംഘം കൂടി പുറപ്പെട്ടിട്ടുള്ളത്. 50 അംഗ നേവി സംഘം അവരടക്കം അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. സുലൂരിൽ നിന്നുള്ള എയർക്രാഫ്റ്റുകളുടെ രക്ഷാപ്രവർത്തനം നമ്മൾ കണ്ടതാണ്. ഹെലികോപ്റ്ററുകളുടെ രക്ഷാപ്രവർത്തനം നമ്മൾ കണ്ടതാണ്. ആവശ്യമെങ്കിൽ കൂടുതൽ സേനാവിന്യാസം അത് യാഥാർത്ഥ്യമാക്കുമെന്ന് ഇതിനോടകം തന്നെ കരസേനയും വ്യോമസേനയും നാവികസേനയും അറിയിച്ചിട്ടുമുണ്ട്. സുഹൈൽ, ഒരു ദൗത്യമായിരിക്കും നാളെ. നിലവിൽ ഇന്ന് വിസിബിളായ ഏരിയകളിൽ വിസിബിളായിട്ടുള്ള വലിയ ആൾക്കൂട്ടത്തെ 486 ആളുകളെ ജീവനോടെ തന്നെ രക്ഷിച്ച് ഒരു ആശ്വാസ വാർത്ത വരുമ്പോഴും ഇനി അങ്ങോട്ട് നാളെ ഈ മണ്ണിനടിയിൽ നേരത്തെ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ മുണ്ടക്കി അടക്ക ഭാഗങ്ങളിൽ ഒരാൾ വലുപ്പത്തിൽ വീടിൻ്റെ ടെറസ് അടക്കം മൂടുന്ന രീതിയിലാണ് മണ്ണ് അവിടെ ഇടിഞ്ഞു വീണിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ സന്നാഹങ്ങൾ വേണ്ട ഒരു ദൗത്യമായിരിക്കും നാളെ. അതിന് ഗതിവേഗം നൽകാൻ സൈന്യത്തിൻ്റെ കൂടുതൽ സംഘം പാങ്ങോട് നിന്ന് രണ്ടാമത്തെ സംഘവും എത്തിയിരിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ ഷഫീദ് നൽകിയത്. അതോടെ തന്നെ എയർഫോഴ്സിൻ്റെയും കരസേനയുടെയും ഫയർഫോഴ്സിൻ്റെയും NDRFിൻ്റെയും ഒപ്പം അത്തരത്തിൽ NGOകളായി അവിടെ എത്തുന്ന ഒരുപാട് സാധാരണക്കാരുടെയും കൈമൈ മറന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനം, ഏകോപനം, ദുരന്ത ഭൂമിയിൽ പരമാവധി കാഷ്വാലിറ്റികൾ കുറയ്ക്കാനുള്ള അതിതീവ്രമായ ശ്രമങ്ങൾ നടക്കുന്നു. അതിൻ്റെ വിശദാംശങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അഭിജിത്ത് മുഴക്കുന്നുകൂടി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വിജയകുമാർ പറഞ്ഞ കാര്യങ്ങളനുസരിച്ച് നോക്കുകയാണെങ്കിൽ രാവിലെ തന്നെ ഈ ദൗത്യം പുനരാരംഭിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും ചിലയിടങ്ങളിൽ തന്നെ ചില ആൾക്കാരെ കാണുന്നില്ല, അവരെക്കുറിച്ച് വിവരങ്ങളില്ല എന്ന് പലരും പറയുന്നുണ്ട്. അവർ ഇങ്ങോട്ട് വിളിക്കുന്നുണ്ട്, അവർ അധികൃതരുമായി ബന്ധപ്പെടുന്നുണ്ട്, പക്ഷെ ഒരു വിവരങ്ങളും കിട്ടുന്നില്ല. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, നേരത്തെ വിജയകുമാർ പറഞ്ഞൊരു കാര്യമാണ്, ഈ അപകടം എന്താണ് എന്ന് മനസ്സിലാക്കാതെ പലരും ഓടി രക്ഷപ്പെട്ടത് ഈ പൊട്ടി ഒഴുകി വരുന്ന പുഴയ്ക്ക് നേരെയാണ്. അതാണ് ഈ അപകടത്തിൻ്റെ തോത് ഇത്രമാത്രം കൂട്ടിയതെന്ന് പറയുന്നു. അതിനിടയിൽ ചിന്നിച്ചിതറിപ്പോയ കുറേ പേരെ രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിഞ്ഞു. ഈ ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രം ശരിക്കും ഒരു ജനവാസ മേഖലയല്ല എന്ന് മുഖ്യമന്ത്രി നേരത്തെ വ്യക്തമാക്കിയതാണ്. അതിന് താഴേക്ക് അത് പൊട്ടിയൊലിച്ച് വന്നപ്പോൾ ആ മേഖലയിലുള്ള എല്ലാ ആൾക്കാരും ഈ വെള്ളത്തിനടിയിൽ ആയി പോവുകയായിരുന്നു.
ഇപ്പോൾ വരുന്ന വിവരം അനുസരിച്ച് ജീവനോടെ അവിടെ കഴിഞ്ഞ ആൾക്കാരെ എല്ലാം രക്ഷപ്പെടുത്തിയെടുത്തിട്ടുണ്ട്. ജനവാസ മേഖല അല്ലാത്തത് കൊണ്ട് തന്നെ ഈ മുണ്ടക്കൈയിൽ ആ ഭാഗങ്ങളിലെ എല്ലാവരെയും രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് അധികൃതർ ഉറപ്പിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ കൂടി നാളെ ആ തെരച്ചിൽ ആ മേഖലയിൽ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. രണ്ട് സ്ഥലങ്ങൾ, ഒന്ന് ചൂരൽമല, മറ്റൊന്ന് അട്ടമല, അവിടെയും ഇപ്പോഴും പല ആൾക്കാരും കുടുങ്ങിക്കിടപ്പുണ്ട് എന്ന വിവരം കൂടി വരുന്നുണ്ട്. ഈ രക്ഷാദൗത്യം നാളെ എങ്ങനെ, എത്ര മണിക്ക് എന്നെ സംബന്ധിച്ച് പുതിയ തീരുമാനങ്ങൾ വന്നിട്ടുണ്ടോ? നേരത്തെ PM മുഹമ്മദ് റിയാസ് മന്ത്രി പറഞ്ഞത് ഇന്ന് രാത്രി ഒന്ന് ഇരിക്കുന്നുണ്ട് മന്ത്രിമാരും മറ്റു ഉദ്യോഗസ്ഥരുമെല്ലാം, അവർ തീരുമാനിക്കും നാളെ ഏത് രീതിയിൽ എപ്പോൾ തുടങ്ങണം എന്ന കാര്യങ്ങൾ. എന്താണ് അതിന്റെ കൂടുതൽ വിവരങ്ങൾ? ഏറ്റവും വേഗത്തിൽ ഏറ്റവും ഊർജിതമായി രക്ഷാപ്രവർത്തനം നാളെ പുനരാരംഭിക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഈ രക്ഷാദൗത്യ സംഘത്തിന്റെ തീരുമാനം. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മുണ്ടക്കൈ ഭാഗത്തൊക്കെ കൂടുതൽ പേർ കുടുങ്ങിക്കിടക്കാനുള്ള ഒരു സാധ്യത രക്ഷാദൗത്യ സംഘം മുന്നിൽ കാണുന്നുണ്ട്. 800ഓളം പേരെ ആ മേഖലയിൽ നിന്ന് സൈന്യം, ഫയർഫോഴ്സ് ഒക്കെ ചേർന്ന് ഒഴിപ്പിച്ചിരുന്നു. പക്ഷേ കൂടുതൽ പേരെ ഏതെങ്കിലും മേഖലയിൽ കുടുങ്ങിക്കിടപ്പുണ്ടോ എന്നതടക്കമുള്ള സംശയങ്ങൾ നിലവിലുണ്ട്. അതിനാൽ തന്നെ രക്ഷാപ്രവർത്തനം കൂടുതൽ ഊർജിതമാക്കി നാളെ രാവിലെ തന്നെ തുടങ്ങുമെന്നുള്ളതാണ് നിലവിൽ നമ്മൾ അറിയുന്നത്. കൂടുതൽ സൈന്യം ഈ മേഖലയിലേക്ക് എത്തുന്നുണ്ട്. ആ രീതിയിൽ ഒരു ഊർജിതമായ ഒരു തിരച്ചിൽ ഏതായാലും നാളെ രാവിലെ തന്നെ പുനരാരംഭിക്കും. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു ജനവാസ മേഖല ഒന്നാകെ വിഴുങ്ങിക്കൊണ്ടാണ് ഈ ഒരു മലവെള്ളപ്പാച്ചിൽ എത്തിയത്, ഉരുൾപൊട്ടൽ എത്തിയത്. 3 തവണ ഉരുൾപൊട്ടി എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത്. നമ്മൾ രാവിലെ ഈ ഒരു മേഖലയിലേക്ക് പോയപ്പോൾ അവിടെയുള്ളവർ പറഞ്ഞത് പുലർച്ചെ ആദ്യത്തെ ഒരു പൊട്ടലുണ്ടായി, വളരെ വലിയ ശബ്ദത്തോടു കൂടിയുള്ള ഒരു പൊട്ടലായിരുന്നു. അത് കേട്ട് പലരും പേടിച്ച് വീടിന് പുറത്തേക്ക് ഓടി. ആ സമയത്താണ് രണ്ടാമത്തെ പൊട്ടൽ ഉണ്ടാകുന്നത്. ഈ പുറത്തേക്ക് ഓടിയവർക്കിടയിലേക്കാണ് ഈ രണ്ടാമത് പൊട്ടിയപ്പോഴുള്ള മലവെള്ളം കുത്തിയൊലിച്ചു വന്നത്. പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ പലരും ഈ വെള്ളത്തിന് മുന്നിലേക്ക് ഓടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവരെ ആകെ കവർന്നെടുത്തുകൊണ്ടാണ് ഈ മലവെള്ളം കുത്തിയൊലിച്ചത്. നമ്മൾ അതിന്റെ ഒരു ഭീകരത നമുക്ക് മനസ്സിലാകണമെങ്കിൽ എത്ര ദൂരെയാണ് ഈ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായി, ഉരുൾപൊട്ടൽ ഉണ്ടായി, നാശനഷ്ടം ഉണ്ടായ സ്ഥലത്ത് നിന്ന് എത്ര ദൂരെയാണ് പല മൃതദേഹങ്ങളും കിട്ടിയത് എന്ന് ആലോചിച്ചാൽ മാത്രം മതി ഇതിന്റെ ഒരു ഭീകരത നമുക്ക് മനസ്സിലാകാൻ. നമ്മൾ രാവിലെ ഈ ചൂരൽമല പ്രദേശത്ത് പോയിരുന്നു. നമുക്കവിടെ കാണാൻ സാധിച്ചത് ഒരു പ്രദേശം ഒന്നാകെ നാമാവശേഷമായ ഒരു കാഴ്ചയാണ്. അവിടെ ഒരു വീടിന്റെ അംശം ഉണ്ടായിരുന്നോ എന്ന് പോലും സംശയിക്കുന്ന തരത്തിലാണ് അവിടെ മുഴുവനായി ഇല്ലാതായ മുണ്ടക്കൈയും പാതിയിൽ തീർന്ന ചൂരൽമലയും അങ്ങനെ തീരാവേദനയെ നൊമ്പരമായി മാറുകയാണ്. രാവിലെ നമ്മൾ ഒരു തദ്ദേശ സ്വയംഭരണ വകുപ്പ് അംഗത്തോട് അല്ലെങ്കിൽ അവിടുത്തെ ഒരു വാർഡ് മെമ്പറോട് സംസാരിച്ചപ്പോൾ റഫ്ലി ഒരു 400 കുടുംബങ്ങൾ മുണ്ടക്കൈ ഭാഗത്തുണ്ടെന്നാണ് പറഞ്ഞത്. അതനുസരിച്ചാണെങ്കിൽ ഒരു 6000-7000 പോപ്പുലേഷൻ, അത് അപ്രോക്സിമേറ്റ് ആണ്. അത്തരത്തിൽ ഇപ്പോഴും എത്ര പേരുണ്ട് എന്നതിൽ കണക്ക് ലഭിച്ചിട്ടില്ല. അങ്ങനെ മുണ്ടക്കൈ ഭാഗത്ത് മാത്രം 400 കുടുംബങ്ങളുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ നിന്ന് 486 പേരെ ജീവനോടെ രക്ഷപ്പെടുത്തിയെന്ന ആശ്വാസകരമായ വാർത്ത വരുന്നു. അതോടൊപ്പം എത്ര പേർ അവിടെ കുടുങ്ങിക്കിടക്കുന്നു? ഈ രക്ഷാപ്രവർത്തകർ ഈ മുണ്ടക്കൈയിൽ 13 മണിക്കൂർ കഴിഞ്ഞാണ് എത്തുന്നത്. അതിനുശേഷം രാത്രിയോടുകൂടി ദൗത്യം അവസാനിപ്പിച്ച് തിരിച്ചെത്തിയതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു വീടിന്റെ ടെറസൊക്കെ മൂടുന്ന രീതിയിൽ അത്രയും വലുപ്പത്തിൽ അല്ലെങ്കിൽ അത്രയും ഉയരത്തിൽ മണ്ണിടിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നാളത്തെ രക്ഷാദൗത്യം അതേറെ ശ്രമകരമാകും. അതിന് എക്യുപ്ഡായ സൈന്യവും അടക്കമുള്ള കൂടുതൽ സന്നാഹങ്ങൾ എത്തുന്നു. ഇപ്പോൾ നേരത്തെ മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ നാളത്തെ രക്ഷാദൗത്യത്തിന് ഒരു ആക്ഷൻ പ്ലാൻ നിർബന്ധമാണ്. അതിനുവേണ്ടി റവന്യൂ വകുപ്പും വിവിധ വകുപ്പുകളുടെ ഏകോപനം ഉണ്ടാവേണ്ടിയും ഇരിക്കുന്നു. ഇപ്പോൾ രാഹുൽ സുരേഷ് കൂടി CHCയിൽ നിന്ന് ചേരുന്നു, കമ്മ്യൂണിറ്റി ഹിൽസിൽ ചേരുന്നു. രാഹുൽ, ഇപ്പോൾ എന്താണ് അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ്? നേരത്തെ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ വിദൂര ജില്ലകളിൽ നിന്ന്, മലപ്പുറത്തു നിന്നും ഈ കോഴിക്കോട് നിന്നടക്കം ബന്ധുക്കളെ തേടിയെത്തുന്നവരുണ്ട്. ഒപ്പം ഈ രക്ഷപ്പെട്ടവരിൽ നിന്നെത്തിയവർ അവരുടെ ആരെങ്കിലും അവിടെ ഉണ്ടോ എന്നറിയാൻ ആശങ്കയോടെ, ഭയപ്പാടോടെ, സങ്കടത്തോടുകൂടി എത്തുന്നവരുണ്ട്. അത്തരത്തിലുള്ള കാഴ്ചകൾ തന്നെയാണ് അവിടെ നിന്ന് ലഭിക്കുന്നത്. ഇപ്പോൾ നമുക്ക് എത്ര മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? CHCയിൽ ഇപ്പോൾ ആകെ എത്ര പേരുടെ മൃതദേഹം ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? സുഹേൽ, രക്ഷാദൗത്യം പൂർത്തിയാക്കി അവിടെ കണ്ടെത്തിയ ഏറ്റവും ഒടുവിലത്തെ മൃതദേഹവും ഇപ്പോൾ CHCയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇവിടെ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭ്യമാവുന്ന കണക്ക് പ്രകാരം CHCയിൽ മാത്രം 77 മൃതദേഹങ്ങളാണ് എത്തിച്ചിട്ടുള്ളത്. പുരുഷന്മാരുടെ 37ഉം സ്ത്രീകളുടെ 40ഉം ഉൾപ്പെടെ 27 മൃതദേഹങ്ങളാണ് CHCയിൽ എത്തിച്ചിട്ടുള്ളത്. ഇതിൽ 61 പേരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് ഇൻക്വസ്റ്റ് നടപടികൾ, പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി. ചില മൃതദേഹങ്ങൾ ബന്ധുക്കൾ ഏറ്റുവാങ്ങുകയും മറ്റു ചിലത് ഇപ്പോൾ ഫ്രീസറിൽ സൂക്ഷിച്ചിരിക്കുകയുമാണ്.
79 പേരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി എന്നുള്ള വിവരമാണ് ആരോഗ്യ വകുപ്പ് ഏറ്റവും ഒടുവിൽ നമുക്ക് നൽകിയിട്ടുള്ളത്. ഇനി ആ മേഖലയിൽ നിന്നും രക്ഷാദൗത്യം നടന്ന മേഖലയിൽ നിന്നും മൃതദേഹങ്ങൾ ഇവിടേക്ക് എത്തിക്കാനില്ല. അതുകൊണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ പതുക്കെ വിവിധ ഇടങ്ങളിലേക്ക് തിരികെ മടങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇനി കൂടുതൽ മൃതദേഹങ്ങൾ ഇവിടെ എത്തിക്കാനില്ല. നാളെ ഇനി രക്ഷാദൗത്യം പുനരാരംഭിച്ചാൽ മാത്രമാണ് കൂടുതൽ മൃതദേഹങ്ങൾ എത്തുകയുള്ളൂ. അതുകൊണ്ട് ഇവിടെയുള്ള മൃതദേഹങ്ങൾ നോക്കിയ ശേഷം തങ്ങളുടെ ബന്ധുക്കൾ അതിലില്ല എന്ന് ഉറപ്പിച്ച ശേഷം ആളുകൾ ഇവിടെ നിന്നും മടങ്ങി തുടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ആരോഗ്യ പ്രവർത്തകർ, മറ്റ് സന്നദ്ധ സംഘടന പ്രവർത്തകർ ഉൾപ്പെടെ CHS നിന്നും മടങ്ങി തുടങ്ങിയിട്ടുണ്ട്. മറ്റൊരു നേരിയ ആശ്വാസകരമായ കാര്യം, കഴിഞ്ഞ 2 മണിക്കൂറായി തുടർന്ന മഴ ഇപ്പോൾ അല്പം ശമിച്ചിട്ടുണ്ട്. ഇപ്പോൾ മഴ മാറി നിൽക്കുന്ന ഒരു കാലാവസ്ഥ കൂടിയാണ് മേപ്പാടിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യാനുള്ളത്. അതോടൊപ്പം തന്നെ ഈ 400-ലധികം ആളുകളെ കാണാനില്ല എന്ന ഒരു കണക്ക് CHS നിന്നും നമുക്ക് നൽകാനുണ്ട്. അത് മാത്രമല്ല, CHSക്ക് സമീപമുള്ള ഇവിടെ ക്യാമ്പിൽ 400-ലധികം ആളുകൾ ആ മേഖലയിൽ നിന്നും വന്ന് ഇപ്പോൾ ഈ ക്യാമ്പുകളിൽ ഇവിടെ കഴിയുന്നുണ്ട് എന്നുള്ള ഒരു നേരിയ ആശ്വാസം നൽകുന്ന ഒരു വാർത്ത കൂടി ഇവിടുന്ന് റിപ്പോർട്ട് ചെയ്യാനുണ്ട്. അതേസമയം അല്പം മുമ്പ് നമ്മൾ റിപ്പോർട്ട് ചെയ്ത നിലമ്പൂരിൽ കണ്ടെത്തിയ 30ഓളം മൃതദേഹങ്ങൾ ഇപ്പോഴും അവിടെ തന്നെ തുടരുകയാണ്. അത് മേപ്പാടിയിലേക്ക് എത്തിക്കുന്നതിൽ ഒരു അന്തിമ തീരുമാനം ഇതുവരെയും കൈക്കൊണ്ടിട്ടില്ല. നാളെ രാവിലെയെങ്കിലും ആ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് ഇവിടുത്തെ ആളുകൾ പ്രതീക്ഷിക്കുന്നു. അത് ഉണ്ടായില്ലെങ്കിൽ ഇവിടുത്തെ ആളുകൾ നിലമ്പൂരിലെത്തി ആ മൃതദേഹങ്ങൾ തിരിച്ചറിയേണ്ട ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. സുഹേൽ.